അപ്പോൾ നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എനിക്കൊരു ടാസ്ക്. 2 വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഓർമ്മയുണ്ടോ? സെയിം സാധനം എന്നെ കണ്ടുപിടിച്ചാൽ മാത്രമേ ബർത്ത്ഡേ ആവശ്യത്തുള്ളൂ. ട്രിവാൻഡ്രത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ ഹൈഡ് ചെയ്യാൻ പോകുന്നത്. എല്ലാം ഓപ്പൺ പബ്ലിക് സ്പേസിൽ മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ക്ലൂ തരും. ക്ലൂ വെച്ച് എനിക്ക് ഈസി ആയിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ച എന്താന്നല്ലേ ഗൈസ്, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇനിയും തൊട്ട് ഞാൻ വീഡിയോയിൽ വരാം. പിന്നെ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് തരാം. കഴിഞ്ഞ വർഷത്തിലേക്ക് മിസ്സായല്ല. അതുപോലെ ഈ വർഷം നമ്മൾ കണ്ടുപിടിക്കണം. രാത്രിക്കുള്ളിൽ കണ്ടുപിടിച്ച എല്ലാ വീഡിയോയിലും ഇനി വരും. നമുക്ക് ഓരോരോ ക്ലൂ തരും. ആ ക്ലൂ അനുസരിച്ച് ഓരോരോ ലൊക്കേഷനിൽ പോയാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് ഒരു സ്ഥലം അറിഞ്ഞൂടാ, നിന്നിലാണ് എന്റെ പ്രതീക്ഷ. പേടിക്കണ്ട, ട്രിവാൻഡ്രത്ത് ഏത് ബോർഡ് കാണിച്ചു തന്നാലും എനിക്കറിയത്തില്ല. വണ്ടി തന്നെ കണ്ടുപിടിക്കാൻ പോകും. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു കല്യാണം. നമ്മളിപ്പോ സിറ്റിക്ക് സെന്റർ ആണ് നിൽക്കുന്നത്. ഇൻസ്റ്റാഗ്രാം നോക്കൂ ജോസിയാണ്. ബുദ്ധിയില്ലാതെ ഞാൻ കണ്ടിട്ട് അച്ഛൻ എവിടെ സദ്യ കഴിക്കുന്നേ. ഒരുത്തനെ കിഡ്നാപ്പ് ചെയ്യുന്നില്ല. ഈ സാധനം അച്ചാച്ച ഇങ്ങനെ ഓടുന്നു. അതിനർത്ഥം ഇത് എളുപ്പമുള്ള സ്ഥലമല്ല. ഇത് കണ്ടിട്ട് ഒരു റെസ്റ്റോറന്റ് പോലെ തോന്നില്ല. കാരണം ഇതിന്റെ ബീച്ചിൽ നോക്ക്. കല്യാണ വൈബ്. നാട്ടിലൊരാളുടെ കല്യാണം ഉണ്ട്. നാട്ടിൽ നിന്ന് സിറ്റി വരെ വന്ന ഇനി നാട്ടിലെ കല്യാണം. നമ്മുടെ പള്ളിയുടെ അടുത്ത് വേറൊരു മണ്ഡപം ഉണ്ട്. മണ്ഡപം ഓ ഇങ്ങത്താ ഇങ്ങനെയായിരിക്കും മാവേ. നമുക്ക് വണ്ടി മാറ്റാം. ഞാൻ വന്നപ്പോ അഭിനയ് ഈ വണ്ടി കണ്ട് വണ്ടി മാറ്റാം. അല്ല ശരിയാവത്തില്ല. അല്ല അമ്മ, ഇന്ന് ആരെങ്കിലും കല്യാണം ഉണ്ടാ? ഓ എവിടാ കല്യാണം? അടിമലത്തുറയാ? ഓക്കെ ശരി. 3:42 കല്യാണം കഴിച്ച് സദ്യ വെച്ച് പന്തല വെച്ച് അവര് വീട്ടിൽ പോയി കാണും. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ആ അടിമലത്തുറ പോയി കഴിഞ്ഞാല് സമയം ഇപ്പൊ തന്നെ 3 മണിയാകുമ്പോൾ. 3 മണി ആയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ആരും ഇല്ല. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്ലൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വെറുതെ നമ്മൾ അങ്ങോട്ട് വരെ പോവാൻ. ഇൻസ്റ്റാഗ്രാമിൽ ശരണം. ഫസ്റ്റ് സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് വെച്ചിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു കണ്ടുപിടിച്ച ഏകദേശം. പക്ഷെ ആ സമയം കഴിഞ്ഞ് അവിടെ നമ്മൾ പോയിട്ട് യൂസ് ഇല്ല. അച്ഛൻ അടുത്ത സ്റ്റോറി ഇട്ടേക്കുന്നത് ഏതൊരു ബീച്ചിനടുത്ത് നിൽക്കുന്നു. ഇത് മറ്റേ കോവളത്തിന്റെ ബീച്ച്. ശംഖുമുഖം ബീച്ച്. പക്ഷെ ശംഖുമുഖം ബീച്ചിൽ ഏറ്റവും മരം അങ്ങനെ ഒന്നുമില്ല. ഏറ്റവും അറ്റത്തൊരു ഷിപ്പ് കണ്ട്. അതാണ് നമ്മുടെ ക്ലൂ. ഷിപ്പ് കണ്ട്. ഷിപ്പ് എന്തായാലും അവിടെ അതിലൊരു മറ്റേ കണ്ടെയ്നർ അടുത്തുള്ളൊരു ബീച്ചിൽ വന്ന് ഇവിടെ പക്ഷേ ഫണ്ടുണ്ട്. ജോസിനടുത്ത മരത്തിനടുത്തൊക്കെ ഇവിടെ മരം ഒന്നും ഇല്ല. എന്തായാലും നമുക്ക് വെറുതെ തപ്പിട്ട് വരും. ചിലപ്പോൾ എവിടെയെങ്കിലും മരത്തിനടുത്ത് ഫോട്ടോ വ്യൂ കിട്ടിയാലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ അച്ചാച്ച ഉണ്ടാവത്തില്ല. നീ ഇങ്ങോട്ട് പോകും. ആനി അങ്ങോട്ട് പോയി, ഞാൻ ഈ സൈഡോട്ട് വന്ന്. ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം ആനി ജോസ് എന്നെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. എവിടെ പോയി തപ്പാൻ? ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അച്ചാച്ചി ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അടുത്ത ക്ലൂ കിട്ടണം. അച്ചാച്ചി എവിടെ പോയെന്ന് അറിയത്തില്ല.
അച്ചാച്ചനെ തപ്പിക്കൊണ്ടിരുന്നപ്പോ അച്ചാച്ചന്റെ അടുത്ത സ്റ്റോറി വന്ന്. സത്യം പറഞ്ഞ ഈ ക്ലൂ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടട്ടോ. ഇത് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ തപ്പിയിട്ട് കാര്യമില്ല. ഇനി അടുത്ത ക്ലൂയിലോട്ട് പോകും. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. കണ്ടുപിടിക്കാൻ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നോക്കിയാ സിറ്റി ഫുള്ളും കാണാം കേട്ടാ. ബിൽഡിങ്ങിന്റെ പുറത്ത് അത് ഏത് ബിൽഡിംഗ്? ബിൽഡിങ്ങിന് ഉള്ളിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ മരം മാത്രമേ ഉള്ളൂ. പഴയ ഒരു നൊസ്റ്റാൾജി. ഈ സിറ്റിക്കകത്ത് എവിടെയോ അവരുണ്ട്. ഒന്നും മനസ്സിലാവുകയും ചെയ്യണില്ല. അത് മേടിച്ചപ്പോ നിനക്ക് വേണോ വേണ്ടാന്ന് എന്റെ വാങ്ങിച്ചു പിടിച്ചിട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ പാകത്തിന് ഒരു ക്ലൂ എന്തെങ്കിലും കൊടുക്കാം. അതായിരിക്കും നല്ലത്. ജോർജേട്ടൻ മൂന്നാമത്തെ ക്ലൂ ഇതല്ലേ ഇട്ടിരുന്നത്. കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു വഴിയില്ല. ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നേരെ സ്ക്രീൻഷോട്ട് എടുക്കണം. നേരെ ഗൂഗിളിൽ പോകണം. ഗൂഗിൾ ലെൻസ് എടുക്കണം. ഇമേജ് ഈസ് വ്യൂ ഫ്രം ജഡ്ജിക്കുന്ന് വ്യൂ പോയിന്റ് സയന്റിഫിക് ലെവൽ. തിരുവനന്തപുരത്ത് തന്നെ സ്ഥലത്ത് തന്നെ. വേറൊരു പ്ലാൻ പറയട്ടാ. നമ്മൾ അവിടെ പോയാൽ ജോർജേട്ടൻ നമ്മുടെ പറയും അടുത്ത ക്ലൂ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് പോവാ. അപ്പൊ അരമണിക്കൂർ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ക്ലൂവിന് വെയിറ്റ് ചെയ്ത് നിന്നാലാ. ഫുഡൊന്നും കഴിക്കണ്ട. അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചാലോ. ജോർജേട്ടൻ മെയിൻ അടുത്ത സ്ഥലം ഇട്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ജോർജേട്ടൻ അടുത്ത ക്ലൂ ഇട്ട്. ഇത് കരമന എനിക്കറിയാം. ഞാൻ ഒരു വർഷം അവിടെ പോയി നിന്നാണ്. എനിക്കറിയാം സ്ഥലം. ഇവിടെ നിന്ന് 23 മിനിറ്റേ ഉള്ളൂ. അത് നമ്മുടെ ഇവിടെ കരമന. ഇത് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും. മഴ വരുന്ന ഒരു ചെറിയൊരു സാധനം പ്ലാൻ ചെയ്ത് നടന്നാ സൂപ്പറായിരിക്കും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് അറിയാമോ? നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പക്ഷേ അടുത്തൊരു ക്ലൂ കിട്ടി. ഇതാണ് മെയിൻ ക്ലൂ. ഇനി നമുക്ക് ഒരു സ്ഥലത്തും പോകണ്ട. ഈ സ്ഥലത്ത് മറ്റേ കരമന പോവാന്ന് നോക്കി. അതിന് മുന്നേ നമുക്ക് വേറെ ക്ലൂ കിട്ടി. ട്രിവാൻഡ്രം കഴക്കൂട്ടം ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നടുക്കൊരു സ്വിഗ്ഗി ഇട്ടിട്ടേക്കുന്നു. സിറ്റിക്കകത്ത് കയറിയില്ലേ? നമുക്ക് കുറച്ച് സ്വിഗ്ഗി ഓടിയാലോ? ഒന്ന് ബുദ്ധി ഉപയോഗിക്ക്. എന്നെ മനസ്സിലാവും ഇങ്ങനെ വേണ്ട. ഇനി ഇത് ഞാനല്ല. മാസ്ക് ആണോ? ഒരു മാസ്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. സ്വിഗ്ഗി ഓടാൻ പോകാം. നമുക്ക് ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടിന്റെ കറക്റ്റ് സെന്റർ എടുത്ത് നോക്കിയാലോ? അടുത്ത അവർക്കൊരു ക്ലൂ കൊടുക്കാം. കണ്ടുപിടിച്ചാ പോലെ ഫോട്ടോ പോലീസ് കമ്മീഷണർ ഹയാത്ത്. ഇവൾക്ക് ആരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടാ. മനസ്സൊക്കെ കഴിക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നു. നമുക്കില്ല. അടുത്ത ഫോട്ടോ വെച്ച് അയച്ച് തമ്പാനൂരിന്ന് കയറി. എനിക്ക് ഏത് വഴി വെച്ചാൽ വരും എന്നറിയാം. ഈ വഴി ഞാനാണ് ജോഷന് പറഞ്ഞെടുത്തത്. ഹയാത്ത് വഴി കയറി തമ്പാനൂര് കയറി ഈ ഹൈവേ പിടിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നോക്കി എനിക്ക് തോന്നുന്നു അവരാ ലൊക്കേഷൻ അല്ല, എന്റെ റൂട്ട് മാപ്പ് ആയിരിക്കും മിക്കവാറും കണ്ടുപിടിക്കാൻ നോക്കണം. ബൈക്ക് വീട്ടിലുണ്ടായിരുന്നു. എനിക്കറിയാം സിനിമേന്റെ ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളത്. റോക്കി ബൈ. അത് കഴിഞ്ഞ് ഡിസൈൻ അയക്കാനുള്ള സാധ്യത ബുഹാരിയാണ്. ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുണ്ട്. ഇത്ര 200 മീറ്റർ ഡിഫറൻസിൽ ഇപ്പൊ ജോൺ ചേട്ടനുണ്ട്. അത് വണ്ടി എങ്ങനെയും പെട്ടെന്ന് കഴക്കൂട്ടത്ത് എത്തണം. ഇവിടുന്ന് ഈ വളവിന് ജോഷി ചേട്ടനുണ്ട്. അടുത്ത ഈ റോഡ് എന്തായാലും വരും. ഈ റോഡ് മാത്രമേ വരാൻ പറ്റുള്ളൂ.
നടന്നു പോകാന്ന് വിചാരിച്ചു, എങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഈ റേഡിയസിന് എവിടെയോ ഉണ്ട്. കണ്ണുകൾ ബാക്കിലും തിരിഞ്ഞ് എല്ലാം നോക്കണേ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഇതാണ് ജോഷേട്ടൻ അയച്ചു തന്ന ഫോട്ടോ. ജോഷേട്ടന് ഇഷ്ടപ്പെട്ട ഒരു മോരിയോടെ ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ഇവിടെ വരെ നടക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഇത് ഏതോ സ്കൂട്ടറാണ് കേട്ടോ, സുസുക്കിയുടെ. നമ്മുടെ അടുത്തല്ലേ, നമ്മളെ വിട്ട് മിസ്സായി പോയി. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി. അടുത്ത പിക്ക് നോക്കാം നമുക്ക്. ചാക്ക നേരത്തെ ജോസേട്ടൻ ഈ പഴത്തിനോട് നിന്നിട്ടാണ് നമുക്ക് ഫോട്ടോ അയച്ചത്. പക്ഷേ അയച്ചിട്ട് 10-15 മിനിറ്റ് ആയി. നല്ല മഴ ഉണ്ട്. അച്ഛൻ സ്കൂട്ടിയിലാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ അടുത്താണ് ലുല്ലു ഇരിക്കുന്നത്. ഒന്നുകിൽ ലുല്ലുല് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ലുലു മാൾ എത്തി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ. അവർ വിചാരിക്കും ഇതൊരു പാസ് ചെയ്ത് പോകണം, ഇതിനകത്താണെന്ന് അവർ കണ്ടുപിടിക്കുമല്ലോ. നോക്കാം, കണ്ടുപിടിച്ചില്ലേ അടുത്ത ക്ലൂ ഇട്ട് കൊടുക്കും. ഒന്നുകിൽ അച്ഛൻ ലുല്ലു മോളിൽ പോയിട്ടുണ്ടാവും, കാരണം ഇവിടെ അടുത്തുള്ളത് അതാണ്. എന്തോ സ്റ്റോറി ഇട്ടെന്ന് ബ്ലൂവില് ഈ ഡ്രസ്സ് കാണിക്കാം, എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചായിരിക്കും അവരടുത്ത് നോക്കണം. സൈക്കോ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയിരിക്കുന്നത്. ടാസ്ക് ആണ്, മഴയാണ്. അകത്ത് പോയിട്ട് ഡ്രസ്സ് മാറ്റാം, ഡ്രസ്സെങ്കിലും പെട്ടെന്ന് മാറ്റണം. കുറച്ച് ബാക്കിൽ കാർ ഇട്ടേക്കുന്നത് അച്ചാച്ച കാർ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ വന്ന് ആ ഡ്രസ്സ് ഇട്ടിട്ട് അവര് അന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടത്. നീ കണ്ട അച്ചാച്ചനെ പറയാതെ. സൈക്കോ എന്നൊക്കെ ഇട്ടേക്കല്ലേ, സ്വിഗ്ഗിയുടെ ഡ്രസ്സ് ഇട്ട് ചിലപ്പോ ലുല്ലിൽ കായാലോ, ലുല്ലിലുണ്ടെങ്കിലോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാ? വേറൊരു സാധനം നമ്മളിപ്പോ ശ്രദ്ധിച്ചില്ല. അച്ചാച്ചല്ലേ ഈ സൈക്കോന്റെ താഴെ നോക്ക്, ഒരു ആരോ ഇട്ടിട്ട് ലുല്ലുവിന്റെ അകത്ത് കാണിക്കണം. അവിടെ ഒരു ആരോ ഉണ്ടായിരുന്ന പോട്ട. ഇത് ഇത്തിരി പാർക്കിൽ പോയി കഴിക്കാൻ നിങ്ങള് തപ്പ്. ഞാനും അവയെ കളിക്കാൻ നിങ്ങളെ തപ്പാൻ. നിങ്ങൾ 3 അഭിയച്ച ഒറ്റയ്ക്ക് തപ്പണം. ഈ ലുല്ലു വലിയ സ്ഥലത്ത് അച്ചാച്ചൻ നമ്മൾ പോയി തപ്പാൻ പോവാണ് രണ്ടുപേരും കൂടെ. അച്ചാച്ച ഒരു സൈക്കാണ്. എന്തായാലും എവിടെന്നെങ്കിലും എടുത്ത് നമ്മളെ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ആ ഹൈപ്പർ ഫുള്ള് തപ്പി, ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് തപ്പി കാണുന്നില്ല. എനിക്കൊന്ന് നമ്മൾക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയി നോക്കാം. ഓ നമ്മള് ഫുഡ് കോർട്ടിൽ നോക്കട്ടെ. എന്നിട്ട് ചിലപ്പം ഫുഡിന്റെ ഡ്രസ് ഇട്ട് അവിടെ നിന്നാലോ അല്ലേ, നമുക്ക് അവിടെ പോയി നോക്കിയാലോ. നിങ്ങളോട് നടന്നു പോകുന്നു, കണ്ടുപിടിക്കുന്നു. നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഏകദേശം നോക്കി. കടകളിൽ ഉണ്ടാവും ചിലപ്പോൾ, നമ്മൾ കടകളിൽ നോക്കാം. കൊള്ളാല്ലേ? അവര് പോന്നു. ഇവിടെ ഫുള്ള് തപ്പി കേട്ടോ, ഒരു സ്ഥലത്തും ഇല്ല. എനിക്കറിയത്തില്ല, ഞാൻ ഓപ്പണിൽ കിടന്ന് നടക്കുന്നു, കണ്ടുപിടിക്കാൻ പറ്റുമോ എന്തോ. തൊട്ടടുത്ത് നിന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസ്ഥ എന്താ? നമ്മുടെ കൂടെ വന്ന ജോഷു ആൻഡ്രോസിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മൈക്കിൽ വിളിച്ച് പറഞ്ഞാലാ. അവരിവിടെ എവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അഭിനെ കണ്ട്
എന്നിട്ട് ഓടി ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് താഴത്തെ ഒരു കഴയുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊരു തിട്ടു കൊടുത്ത്. ഇപ്പൊ അവര് താഴെ പോകാനാണ് സാധ്യത. ഈ കടയുടെ ഫ്രണ്ടിലാണ് നേരത്തെ ഇരുന്നിട്ട് വന്നത്. ഇവിടെ ഇപ്പൊ ഇല്ല. അനീഷിനുണ്ട്. ജോസേട്ട മോളിൽ നിന്ന് പിക്ക് അയച്ച് ഫോട്ടോ അയച്ചത് 3rd ഫ്ലോറിൽ നിന്നിട്ടാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊഴിപ്പോ ഞാൻ അതൊഴിപ്പോ ലെക്കൊണ്ടേ കിട്ടും അല്ലെങ്കിൽ മൂഞ്ചി. ഇത് പൊളിക്കും കേട്ടോ, എല്ലാരും ഇവിടെ ഉണ്ട്. അത് എന്തോ സംസാരിക്കുന്നുണ്ട്. സമയമില്ല, പെട്ടെന്ന് കണ്ടുപിടിച്ചാ ഈ ഫ്ലോറിൽ വെച്ചാൽ പോകത്തില്ല. ഇനി തല ഇറങ്ങണം നടന്ന് ഒന്നും കാണുന്നില്ല. നമ്മള് ഫണ്ട് ഞാൻ പറഞ്ഞില്ല അച്ഛൻ മേളുണ്ടായിരുന്നു. വാ സ്പീഡിൽ നടക്കാം. ഇതാണ് അടുത്ത ക്ലൂ. ഇത് താഴെയാണ്. വാ താഴെ പോവാം. നാണ്ടിരിക്കണ ചായ നമ്മളെ നോക്കണേ. ഇനി മനസ്സിലായി, ഇവരെ കൊണ്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാനായിട്ട് വരുത്തിയതാണ് അല്ലേ ബാബേ? ഞാനല്ലേ വിളിച്ചു നിങ്ങളെ. നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ഞാൻ കണ്ടുപിടിക്കാൻ വച്ചത്. പണ്ടെന്നറിയാവോ, ഞാൻ ജോസേട്ടനെ നേരത്തെ കണ്ടുപിടിച്ചു. ഫൈനലി ജോസേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പറയുന്നത്, ആനയെടുത്ത് പോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ഞാൻ അഭിനയിച്ചാൽ ചിലപ്പോ പിടിക്കും ആനി തന്നെ. വാ അഭിനയിച്ച് നിൽക്കുന്നുണ്ടോ ആനിയുടെ വണ്ടിയിൽ? കണ്ടുപിടിച്ചത് അവൻ എന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ ആനി ചേച്ചിയുടെ കൂടെ വരാമെന്ന്. ഇവനാണ് വേറെ കാര്യം അറിയാം. അച്ഛൻ 2-3 ക്ലൂ അയച്ചെന്നല്ല, അവിടെ ഞങ്ങൾ വന്നില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരുന്നു. ശരിക്കും പറഞ്ഞ ക്ലൂ തരൂലായിരുന്നു. ക്ലൂ തന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വെക്കൂലായിരുന്നു. മോരുടെ വെള്ളം കുടിച്ചോണ്ടിരുന്നു. തൊട്ടടുത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പഠിച്ചില്ല, ഞാൻ അവിടെ നിന്ന് കുറേ സമയം. ശരി കണ്ണപൊത്ത്. അച്ഛൻ്റെ ബർത്ത്ഡേ അച്ഛൻ ഞങ്ങൾക്ക് നീ കണ്ണുപോത്തണ്ട നിനക്ക് വേറെ. അതാണ് ജോഷി ചേട്ടൻ. അതാണ്ടാ ജോഷി ചേട്ടൻ. മനസ്സ് കണ്ട എന്ത് കൊടുക്കും. ഇതെന്തിനാണ് ഞാൻ കണ്ടെടുക്കുന്നത്? നിന്റെ ഒരു ഹെഡ്ഫോൺ ഞാൻ പൊട്ടിച്ച ഓർമ്മ ഉണ്ടാ? ജോസേട്ടല്ലേ എന്റെ ഞങ്ങളുടെ എയർപോർട്ടിൽ വെച്ചാൽ അത് തായ്ലാൻഡ് പോയി എവിടെ ട്രിപ്പിൽ എവിടെയായിരുന്നപ്പം ഭയങ്കര കാത് ഭയങ്കര വേദനയാണ്. അപ്പോൾ ജോസേട്ടൻ എൻ്റെ സോണിയുടെ ഹെഡ്ഫോൺ എടുത്തു. അത് വലിച്ചപ്പോൾ അപ്പം തന്നെ പൊട്ടി വന്ന് പുതിയ സാധനം ഇല്ലേ. ഞാൻ അശ്വജി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അശ്വജി പറഞ്ഞു ആനി എന്ത് വന്നാലും ഇത് നമ്മള് വാങ്ങിക്കും, എങ്ങനെയെങ്കിലും നമ്മളിത് വാങ്ങിക്കും എന്ന് പറഞ്ഞ ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിക്കാണ്ടിരുന്ന ഡൈസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓ അതാണ് ഞാൻ ക്യാരം ബോർഡിന്റെ ഡൈസൺ എന്ന് വിചാരിച്ചു. ഞാൻ അശ്വജി എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാം, ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും വാങ്ങിക്കും എന്ന് പറഞ്ഞിരുന്നു. ബർത്ത്ഡേക്ക് അച്ഛന് എന്ത് ഗിഫ്റ്റ് വേണം? എനിക്കൊന്നും വേണ്ട. ഒരു സാധനം എടുക്കാം. ഓക്കെ അല്ലേ? വെള്ളം വരും ഓർത്തുണ്ട്. വെള്ളം വരും ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഇഷ്ടപ്പെട്ടാ? ഞാനിത് കണ്ടിട്ടില്ല, പെട്ടെന്ന് വീട്ടിൽ പോയി പൊട്ടിക്കാവാ. എനിക്ക് ഞാൻ ഡൈസൺ എന്ന് വെച്ചാൽ ആദ്യം ക്യാരം ബോർഡ് ഡൈസൺ എന്ന് വിചാരിച്ചു. അപ്പൊ നാളെ തൊട്ട് മര്യാദയ്ക്ക് അച്ഛൻ വീഡിയോയിൽ വന്നോളാം കേട്ടല്ല.